പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ പ്രൊഫിൻസ് ഈസ് ദി ഒൺലി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് കോൾഡ് ലേണിംഗ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ CB സെൻറ്റർ കേസും നമ്മൾ തന്നെ വന്നിട്ടുള്ളൂ. സാറേ, നമ്മൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇന്ത്യൻ കോഴ്സുകളായ CA CMA കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പറയുമ്പോൾ CMA CS പറയുന്ന കൂടെ തന്നെ ഫോറിൻ കോഴ്സുകളാണ് ACCA US CMA. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ACCA ആണ്. ഈ ACCAക്ക് +2 കഴിഞ്ഞൊരു കുട്ടി വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ സാർ, നമ്മുടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും ഇനി വരാൻ പോകുന്ന എൻക്വയറിക്കൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ട്? ACCAൻ്റെ കോഴ്സ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടൊരു പേപ്പർ സിസ്റ്റം ആയിരിക്കും. നമ്മൾ ഇന്ത്യയിൽ നേരത്തെ കോഴ്സിൽ പറഞ്ഞത് ഗ്രൂപ്പ് സിസ്റ്റം ആണ്. അവിടെ ഒരു 4 പേപ്പർ ഒരുമിച്ച് 4 പേപ്പർ അല്ലെങ്കിൽ 3 പേപ്പർ ഒരു ഗ്രൂപ്പായിരിക്കും. CA ഫൗണ്ടേഷൻ, CMA, അതുപോലെ തന്നെ ആദ്യം CMA CAT, ഇന്റർ ഒക്കെ ഒരു ഗ്രൂപ്പ് സിസ്റ്റം ആണ്. ഒരു പേപ്പർ തോറ്റ എല്ലാ പേപ്പറും തോൽക്കുന്ന. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആണ് ACCA. ഓക്കെ, അതായത് ഓരോ പേപ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിലവിൽ ACCAയിൽ 13 പേപ്പേഴ്സാണ് ഉള്ളത്. ഞാൻ നിലവിൽ എന്ന് പറയാൻ കാരണം പുതിയ സിലബസ് നെക്സ്റ്റ് ഇയറിൽ, അതായത് 2027 തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പേപ്പർ കുറയുന്നുണ്ടോ, പേപ്പർ കുറച്ച് 1-2 പേപ്പേഴ്സ് മാറുന്നുണ്ട്. അതായത് 2 പേപ്പർ കുറയുന്നുണ്ടെങ്കിലും അത് ഓൺലൈനിൽ 1-2 സിസ്റ്റംസ് മാറുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 13 പേപ്പേഴ്സാണ് ഉള്ളത്. അതിൽ ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ളത് ഫസ്റ്റ് 4 പേപ്പേഴ്സ് നമുക്ക് MCQ, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പിലാണ്, ഓൺ ഡിമാൻഡ് എക്സാമാണ്. നമുക്ക് ആവശ്യമുള്ള എക്സാംസ് എഴുതാം. അപ്പൊ നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് ആദ്യം ഒരു പേപ്പറിന് ക്ലാസ് കൊടുക്കും, അതിന്റെ എക്സാം കഴിഞ്ഞിട്ടുള്ള നമ്മൾ നെക്സ്റ്റ് തുടങ്ങുള്ളൂ. ഇപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ സ്റ്റുഡൻസ് വന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവിടെ ജോയിൻ ചെയ്ത് ഇവിടെ വരാറുണ്ട്, സർ അവരൊരു പേപ്പർ കഴിഞ്ഞാൽ എക്സാം എഴുതിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ACC എന്ന് പറയുന്നത് ഒരു പേപ്പർ കഴിയുമ്പോൾ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ ആ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട അർത്ഥമല്ല. എനിക്കൊന്ന് കുട്ടികൾക്ക് ഒരു എക്സാം എഴുതാനുള്ള കോൺഫിഡൻസ് വരാത്തതായിരിക്കും അത് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. അല്ല, 2 റീസൺ ഉണ്ട്. കാരണം ഒരു പേപ്പർ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആംഗിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും 4 ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഫെയിൽ ആവില്ലല്ലോ, ആ ഒരു പോസിറ്റീവിലായിരിക്കും. നേരെ ഒരു പേപ്പർ എഴുതുമ്പോൾ ഇൻ കേസ് ഒരു 5 പേര് ഫെയിൽ ആയി കഴിഞ്ഞാൽ 5 പേര് അവിടെ സ്റ്റക്ക് ആവും. ഇവർക്ക് വീണ്ടും ക്ലാസ് കൊടുക്കണമല്ലോ. അപ്പോൾ പ്രൊഫിൻസിന്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഓരോ പേപ്പർ വൈസ് ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സാംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് CB സെന്റർ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 പേപ്പർ വരെ ഇവിടെ തന്നെ കുട്ടികൾക്ക് 4 പേപ്പർ വരെ ഇവിടെ തന്നെ എന്ത് ചെയ്യാം, എക്സാംസ് എഴുതാൻ പറ്റും. 4 പേപ്പർ കഴിഞ്ഞാൽ പിന്നെ ഓരോ 3 മാസത്തിലാണ് എക്സാംസ് വരുന്നത്. ഈ 4 പേപ്പറുകളും നമ്മളൊന്നും പറഞ്ഞില്ലേ? ആ 4 പേപ്പർ ഫസ്റ്റ് വരുന്നുണ്ടാവും BT എന്ന് പറയും, ബിസിനസ് ആൻഡ് ടെക്നോളജി. സെക്കൻഡ് പേപ്പർ വരുന്നുണ്ടാവും MA, നമ്മുടെ കോസ്റ്റിംഗ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. 3ാമത്തെ പേപ്പർ FA, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. 4ാമത്തെ പേപ്പർ ലോ ആണ്, എന്ത് ചെയ്യുന്നത്, ബിസിനസ് ലോ. 4 പേപ്പറാണ് വരുന്നത്. ഈ 4 പേപ്പറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MCQ ഓറിയന്റഡ് ആണ്. 100ൽ 50 മാർക്കാണ്. ACCന്റെ ത്രോഡ് നോക്കുകയാണെങ്കിൽ എല്ലാം 100 ഔട്ട് ഓഫ് 100ൽ 50 കിട്ടിയ എന്തായി. ഈ 4 പേപ്പറിന്റെ ഒരു ഡിഫിക്കൽട്ടി എങ്ങനെയായിരിക്കും ഇന്ത്യൻ കോഴ്സിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? എത്രത്തോളം എളുപ്പം? ACCയും ഇന്ത്യയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടിന്റെയും ഇവിടെ ACC ഒന്നുകൂടെ ഒരു തിങ്കിങ് കാര്യങ്ങളുണ്ട്. അതായത് ACC നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ഓരോ പേപ്പർ ആണെങ്കിലും ആ ഒരു പേപ്പറിൽ അത്യാവശ്യം പഠിക്കാനുണ്ട്. അതായത് ഒന്നുകൂടെ ലോജിക് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും ഒന്നുകൂടെ, കാരണം നമുക്കറിയാം ACC എന്ന് പറയുമ്പോൾ ഒരു UK ബേസ്ഡ് CA ആണ്. 180+ കൺട്രീസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ഓഡിറ്ററായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ACCA. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒന്നുകൂടെ ഒരു അനലിറ്റിക്കൽ സ്കില്ലൂടെ, കാരണം ഡയറക്റ്റ് ബുക്ക് എന്നല്ലാതെ ഒന്നുകൂടെ തിങ്കിങ്, ഇന്ത്യൻ കോഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ തിങ്കിങ് സ്കിൽസ് കൂടുതലുണ്ട്. കമ്പാരിറ്റീവ്ലി കുട്ടികൾക്ക് ഇപ്പോൾ F2 MA പേപ്പർ കോസ്റ്റിംഗ് ചിലപ്പോൾ ടഫ് വരാറുണ്ട്. കാരണം ഒരു ഫസ്റ്റ് ഫൗണ്ടേഷൻ ലെവലിൽ തന്നെ കുട്ടികൾക്ക് എൻട്രിയിൽ തന്നെ ഈ ഒരു പേപ്പർ വരുമ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട്. ഓവറോൾ ഒരു പേപ്പർ വൈസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു രീതിയുണ്ട്. കാരണം ഒരു പേപ്പർ ക്ലാസ് കഴിഞ്ഞ് അതിന് മെൻറ്ററിങ് കൊടുത്ത് നമ്മൾ മോക്ക് എക്സാം ഒരു കട്ട് ഓഫ് മാർക്ക് കിട്ടിയാൽ മാത്രമേ കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻ എക്സാമിൽ എഴുതിപ്പിക്കുള്ളൂ. അപ്പോൾ അവർക്ക് പഠിക്കാതെ വെറുതെ ഫീസ് അടച്ച് നഷ്ടപ്പെടുത്തണം. നമ്മുടെ മോക്ക് എക്സാം പാസ്സായാൽ ഒരു എലിജിബിൾ ആണെന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെ 4 പേപ്പർ കഴിഞ്ഞു. പിന്നെ എങ്ങനെ അടുത്ത സ്റ്റേജിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് 4 പേപ്പർ കഴിഞ്ഞാൽ പിന്നുള്ള 5 പേപ്പർ വരുന്ന ഓരോ 3 മാസത്തിലും. ACCA സ്ട്രക്ചേർഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഇയർ നോക്കുകയാണെങ്കിൽ മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ എക്സാം വിൻഡോ. അത് ആൾറെഡി ഫിക്സ്ഡ് ആണ്. എല്ലാ തവണയും എന്ത് ചെയ്യുക, ഫസ്റ്റ് തിങ്കളാഴ്ച ആയിരിക്കും ഒരു സബ്ജക്ട് തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഇയർലി 4 തവണ എക്സാംസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഈ 4 തവണ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ തവണ ഓരോ 3 മാസം കൂടുമ്പോൾ ഒരു പേപ്പർ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ നമ്മളിവിടെ തന്നെ ചില സ്റ്റുഡൻസ് 2 പേപ്പർ എന്ത് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൽ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 മാസം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാസ്സുകളുണ്ട്. ACCനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ വിൻഡോയിലും ഓരോ തവണയും തന്നെ 5 സ്കിൽ പേപ്പേഴ്സും ടുഗദറായി കൊടുക്കുന്നുണ്ട്. സ്കില്ല് മാത്രമല്ല, നമ്മൾ P ലെവൽ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ അവർ ഒരു പേപ്പറായിട്ട് എഴുതുന്നു, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് കുട്ടികൾ 2 പേപ്പർ ഒരുമിച്ച് ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മളൊരു 5 പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കൂട്ടാറുള്ളത് +2 കുട്ടി ഇപ്പോൾ സപ്പോസ് ക്ലാസ് ഇപ്പോൾ ഒരു മെയ് ലാസ്റ്റ് ജൂൺ തുടങ്ങി കഴിഞ്ഞാൽ ഡിസംബർ ആകുമ്പോഴേക്ക് 4 പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ +2 6 മാസം കൊണ്ട് എന്തായി, 4 പേപ്പർ കംപ്ലീറ്റ് ആയി. പിന്നെ ഒരു വർഷത്തിൽ 4 പേപ്പർ.
അപ്പോൾ 1.5 വർഷം കൂടെ, അതായത് ഒന്നുകൂടി മന്ത് വെച്ച് പറയുകയാണെങ്കിൽ 2026 ജൂണിലാണ് സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഡിസംബർ ആകുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 4 പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അടുത്ത മാർച്ച് ആകുമ്പോഴേക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, 5ാമത് പേപ്പർ എഴുതാം. നെക്സ്റ്റ് ഇയറിൽ 2027 4 പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം. 2028 തന്നെ എന്ത് ചെയ്യാം, 4 പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് 2029 ബൈ മാർച്ച് ആകുമ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, കുട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ടോട്ടൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇവിടെയും തന്നെ ഒരു 3 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, 3 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പ്ലസ് 2 കുട്ടികൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ 9 പേപ്പർ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് എന്ത്, ലാസ്റ്റ് ഫൈനൽ വരുന്ന പേപ്പറാണ് 4 പേപ്പേഴ്സ്. അവിടെയും തന്നെ 4 പേപ്പർ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് എടുക്കാം. 2 കമ്പൽസറി, 2 എന്ത് ചെയ്യാണ്, ഓപ്ഷൻസ് ആയി എടുക്കാം. എല്ലായിടത്തും 100ൽ എന്താണ്, ഔട്ട് ഓഫ് 50 ആണ് എന്ത് വരുന്നത്, പാസ് മാർക്ക്. എങ്കിലും നമ്മളൊരു കമ്പയർ, ഇപ്പോൾ CA ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു ACCനെ ഇപ്പോൾ ഇന്ത്യൻ CA ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ, അത് ഇന്ത്യൻ CM ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? നോർമലി ACCനെ ഇന്ത്യൻ CA ആയിട്ട് എല്ലാവരും കമ്പയർ ചെയ്യാറുള്ളത്. അതിൻ്റെ ഒന്ന് ഡിഫിക്കൽറ്റി തന്നെ. കാരണം ഡിഫിക്കൽറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ എവിടെ നോക്കുകയാണെങ്കിലും ACC അല്ലെങ്കിൽ UK കോഴ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ എല്ലാവർക്കും പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ലെവലിൽ 180 കൺട്രീസിൽ ഒരു അക്സെപ്റ്റൻസ് ഉള്ള കോഴ്സാണ്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടികൾ എപ്പോഴും ക്ലാസ്സിൽ ചോദിക്കുന്ന സാറേ ഇന്ത്യൻ CA ആണോ ACC നല്ലത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ CA നമ്പർ 1. പക്ഷെ നമ്മളിപ്പോൾ ദുബായ് നോക്കുകയാണെങ്കിൽ, പുറത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ CA ഒന്നുകൂടെ എന്ത് ചെയ്യും, കാരണം ഗ്ലോബൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നുകൂടെ അപ്പർ ഹാൻഡ് ആർക്ക് വരാം, ACC വരാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് എവിടെയാണ് കുട്ടികൾക്ക് ജോബ് ചെയ്യേണ്ടത്. കാരണം ഇന്ത്യൻ CA പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ജോബുകൾ കിട്ടും. ACC ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ ജോബ് നിലവിൽ കിട്ടണമെന്നില്ല. ACC ആകുമ്പോൾ ഇപ്പോൾ മെട്രോ സിറ്റീസ്, ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് കൊച്ചി, ട്രിവാൻഡ്രം വർക്ക് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്, ചെന്നൈ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ. ഇനി അല്ലെങ്കിൽ അബ്രോഡ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ACCയുടെ ഒരു 13 പേപ്പേഴ്സ് ഒരു 3 yearsൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് BCom നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. യെസ്, കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റു കോഴ്സ് കൊടുക്കുന്ന പോലെ തന്നെ BCom എന്നുള്ളതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നത്. ACCൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ +2 കഴിഞ്ഞാൽ സയൻസ് സ്റ്റുഡൻസ് ഉള്ള സ്ട്രീമിലെ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ACCക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോഴ്സിൽ CA വരുന്ന പോലെ തന്നെ ട്രെൻഡ് ഇപ്പോൾ ടോട്ടലി ഇപ്പോൾ ഏത് കോഴ്സാണെങ്കിൽ കൊമേഴ്സ് കോഴ്സിലോട്ട് സയൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. നമ്മളൊക്കെ ഒരു ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ ആവറേജ് ഒരു 30% സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സയൻസിന് വരുന്നുണ്ട്. ഇതുകൊണ്ട് അവർ ഒന്നുകൂടെ പാസ്സാവുന്നുണ്ടല്ലേ? പാസ്സാവുന്നത് കാരണം അവർക്ക് ആൾറെഡി പഠിച്ച് ശീലം ഉണ്ടാവും. കാരണം അവർക്ക് പിന്നെ അതുമല്ല ഒരു കൊമേഴ്സിലോട്ട് വരുമ്പോൾ അക്കൗണ്ട്സ് അറിയില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെ ആയി തന്നെ ഒരു കൂടുതൽ അറ്റൻഷൻ അവർ നല്ലൊരു ഗ്രിപ്പ് എടുത്ത് അവർ പഠിക്കുന്നു, ഈസി ആയിട്ട് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അവർ അതിനേക്കാൾ ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ അതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പേഴ്സ് പഠിക്കുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് അവർ വരുന്നത്. അതുകൊണ്ട് അവരോട് ഹാർഡ് വർക്കിംഗ് അവർ പാസ്സാവുന്നുണ്ട്. ACCയിലും എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ട്രെൻഡായിട്ട് CMAയിൽ കിട്ടുന്ന പോലെ റാങ്കുകൾ വന്നിട്ടുണ്ട്, ഓൾ ഇന്ത്യ റാങ്കുകളൊക്കെ വന്നിട്ടുണ്ട്, വേൾഡ് റാങ്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ACCയുടെ റിസൾട്ടിനെ പറ്റി സാർ? ACC അവിടെ ഏറ്റവും ചാലഞ്ച് നമ്മൾ തുടങ്ങുന്ന സമയത്തായിരുന്നു. കാരണം 2021 പ്രൊഫിൻസിൽ ആദ്യമായിട്ട് ACC സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 2010 പ്രൊഫിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് കൂടുതൽ CMA ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ACC തുടങ്ങുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞായിരുന്നു പ്രൊഫിൻസ് പറഞ്ഞാൽ CMA ട്രെൻഡ് അല്ലേ, അവിടെ ACC ഒക്കെ വർക്കാവുമോ, ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് എന്തായി, വേൾഡ് റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു, ഓൾ ഇന്ത്യ 3rd റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലുപരി ഒരു ക്ലാസ് നമ്മൾ ലിമിറ്റഡ് സ്റ്റുഡൻസിന് നമ്മൾ ആക്കുന്നതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ലെവലിലേക്കും എപ്പോഴും നമ്മുടെ പാസ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. അത് നമുക്കുള്ള അടുത്ത അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷം മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഓതറൈസ്ഡ് ലേണിംഗ് പാർട്ണർ, പിന്നെ അതുപോലെ നമ്മുടെ CB സെൻറ്റർ, ACCൻ്റെ ഫസ്റ്റ് 4 പേപ്പേഴ്സ് എഴുതുന്ന ഒരു സംഭവം തന്നെ എക്സാം എഴുതാൻ പറ്റും, ഓൺ ഡിമാൻഡ് എക്സാമാണ്. അതിലും മലപ്പുറം ജില്ലയിൽ പ്രൊഫിൻസിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യമായിട്ട് പറ്റിയിട്ടുള്ളത് CB സെൻറ്റർ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി തരികയാണെങ്കിൽ, ഇപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് സാർ ലേണിംഗ് പാർട്ണറിൽ പ്രൊഫിൻസ് ഏതാണ്? നമ്മളിപ്പോൾ നിലവിൽ ഗോൾഡ് എന്നുള്ള സ്റ്റാറ്റസാണ് വന്നിട്ടുള്ളത്. ആദ്യം സിൽവർ ആയിരുന്നു, പിന്നെ ഗോൾഡാണ്, ഇനി അടുത്ത പ്ലാറ്റിനാണ്. ഇത് ശരിക്കും എന്താ വെച്ചാൽ നമുക്ക് ഓരോ ഇയറിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് വരുമെന്നുള്ളൂ. അല്ലാതെ ഓതറൈസ്ഡ് ലേണിംഗ് പാർട്ണർ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാതെ എന്തില്ല ഗോൾഡ് തന്നെ വേണം അല്ലെങ്കിൽ പ്ലാറ്റിനം തന്നെ വേണമെന്നില്ല. ഇപ്പോഴത്തെ സ്റ്റുഡൻറ്റ് എന്നോട് വന്നൊരു പാരന്റ് ചോദിക്കുകയാണ്, സർ പ്രൊഫിൻസ് പ്ലാറ്റിനം അല്ല എന്ന് കേട്ടു, അത് ഗോൾഡ് ആണല്ലോ, എൻ്റെ കുട്ടിക്ക് പ്രശ്നമാവോ? എന്ത് പ്രശ്നം? എല്ലാം ഒന്ന് തന്നെയല്ലേ. ഗോൾഡ് വളരെ നേരത്തെ നമുക്ക് ലഭിച്ചു. അത് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. കാരണം ഫസ്റ്റ് 1 year നമുക്ക് സിൽവറേ കിട്ടുള്ളൂ, എനിക്ക് ഒരിക്കലും പ്ലാറ്റിനം ആകാൻ പറ്റൂല. പിന്നെ ഗോൾഡ് ആവും. ഇപ്പൊ നമ്മൾ ഗോൾഡ് നെക്സ്റ്റ് ഇയർ ഇപ്പം എന്താവും, പ്ലാറ്റിനം ആവുന്നുണ്ടാവും. അല്ലാതെ കുട്ടികൾക്ക് എന്ത് ടെൻഷൻ ആവണ്ടല്ല, നമ്മൾ ഗോൾഡ് ആണ്, അതൊന്നും നത്തിങ് ലൈക്ക് ദാറ്റ്. അതൊന്നും ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാർക്കറ്റിംഗ് ഗിമ്മിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ പ്രൊഫിൻസ് ഈസ് ദി ഓൺലി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് ഗോൾഡ് ലേണിംഗ് പാറായിട്ടുള്ളത്. അതുപോലെ തന്നെ CB സെൻറ്റർ കേസും നമ്മൾ തന്നെ വന്നിട്ടുള്ളൂ. ആൻഡ് മോർ ഓവർ അടുത്തൊരു ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങൾ. വേറൊരു ഇപ്പോൾ റീസെൻ്റ് ഒരു കുട്ടി പറഞ്ഞത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സാം ഫീസ് കുറച്ച് പറയും. അതായത് ACCൻ്റെ എക്സാം ഫീസാണ് അടുത്തൊരു ചാലഞ്ച്.
ഞങ്ങൾ പ്ലാറ്റിനം ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഫീസ് കുറവ് അങ്ങനെയാണ്. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ACCന്റെ എക്സാം ഫീസ് അവർ ആദ്യം എന്ത് പറയുന്നത്, ACCക്ക് ആ ഒരു 1 ലക്ഷം ഉള്ളൂ, അത് 1.5 ലക്ഷം ഫീസ് വരുള്ളൂ പറയും. നമുക്ക് ഉറപ്പിച്ചറിയാം ആ ഫീസ് 2 ലക്ഷം 2 ലക്ഷത്തിന് മേലെ വരാം. ആക്ച്വലി ഫീസ് പറയില്ല. എന്നിട്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനോട് പറയും ഇത്ര ഫീസ് ഉണ്ട് കേട്ടോ, യൂണിവേഴ്സിറ്റി മാറ്റിയതാണ്. അപ്പോൾ നമ്മളിവിടെ ആൾറെഡി തന്നെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കും. ഇപ്പോൾ ഫസ്റ്റ് ഒരു പേപ്പർ ആണെങ്കിൽ ഇപ്പോൾ നിലവിൽ വരുന്ന ഫസ്റ്റ് പേപ്പർ എഴുതാൻ 13,000 വരുന്നത്, അതിനെ പറഞ്ഞു കൊടുക്കും ഫസ്റ്റ് ഒരു പേപ്പറിന് 13,000 ആണ്. 13,000 × 3 തരാം. ഫസ്റ്റ് 3 പേപ്പേഴ്സിന് 13,000 ആണ്. പിന്നെ എന്താവും 15,000 വരും, 15,500 വരുന്നുണ്ട്, പിന്നെ 17 വരും. അപ്പോൾ നമ്മൾ ആ ഒരു ചേഞ്ച് പറഞ്ഞു കൊടുക്കും. ചില ആളുകൾ എന്ത് ചെയ്യും, സമ്മപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കും 13 പേപ്പറിന് ആകെ 1.5 ലക്ഷം വരുള്ളൂ. ചിലർ കോച്ചിങ് ഫീസ് മാത്രമേ പറയുള്ളൂ, എക്സാം ഫീസ് പറയില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എല്ലാം വെൽ കാപ്പബിൾ ആണ്. അവർക്ക് നോക്കാം, അവർക്ക് അന്വേഷിക്കാം. എല്ലാവർക്കും ഒരേ ഫീസാണ്. അതായത് പ്രൊഫിൻസിൽ മാത്രം എന്താ എക്സാം ഫീസ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. ലേണിംഗ് പാർട്ണർ ആയതൊരു ഫീസിൽ മാറ്റമൊന്നുമില്ല. എല്ലായിടത്തും ഫീസ് എന്താണ്, സെയിം ആണ്. കാരണം അധികം ഇൻസ്റ്റിറ്റ്യൂഷൻ സാറ് പറഞ്ഞ പോലെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ വെറും പറഞ്ഞെടുക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് കോച്ചിങ് ഫീസ് മാത്രം സ്ട്രെസ് ചെയ്ത് പറയും. പക്ഷെ മറ്റു ഫീസ് എന്ത് ചെയ്യൂല, ഹൈലൈറ്റ് ചെയ്യൂല. അപ്പോൾ അതിലൊന്നും സ്റ്റുഡൻസ് എന്ത് ചെയ്യണ്ട, സ്റ്റക്ക് ആവേണ്ട ആവശ്യമില്ല. ACC ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പൗണ്ട് റേറ്റ് ആണ്. കാരണം പൗണ്ട് റേറ്റ് ആണ്. അപ്പോൾ എല്ലായിടത്തും ഒരേ ഫീസ് തന്നെ എന്ത് ചെയ്യാം വരുന്നുണ്ടാവുക. ഇതിൽ മറ്റൊരു കേസ് കൂടെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ CAM ACCM അല്ലെങ്കിൽ ഇന്ത്യൻ കോഴ്സും ഫോറിൻ കോഴ്സും കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന സംഭവമാണ് ഫീസിൻ്റെ കേസ്. കാരണം നമുക്ക് ഇന്ത്യൻ കോഴ്സ് ആകുമ്പോൾ ഇപ്പോൾ അത് CA ആണെങ്കിലും CMA ആണെങ്കിലും അവിടുത്തെ എക്സാം ഫീസ് എന്ന് പറയുമ്പോൾ 1,500 രൂപ, 2,000. ഒരു ഗ്രൂപ്പ് എഴുതുമ്പോൾ അല്ലെങ്കിൽ 4 പേപ്പർ എഴുതുമ്പോൾ 1,200 വരുള്ളൂ. അപ്പോൾ ഇന്ത്യൻ കോഴ്സ് ആകുമ്പോൾ അത് CA ആണെങ്കിലും CMA ആണെങ്കിലും ഇപ്പോൾ രജിസ്ട്രേഷൻ ആണെങ്കിൽ തന്നെ 9,000 അല്ലെങ്കിൽ 12,000, 23,000 അത്രയും വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ACCയിലെ ഓരോ പേപ്പറും തന്നെ എന്ത് ചെയ്യും, ഈ 13,000 17,000 ആ ഒരു ലെവലിൽ വരും. ഒരു കുട്ടി ഒരു എക്സാം ഒരു അറ്റംപ്റ്റ് ഒരു എക്സാമ്പിൾ സപ്പോസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ എക്സാം ഫീസ് വീണ്ടും എക്സാം ഫീസ് ആണ്. ഇത് അധികം വരും പറയില്ല. അധികം വരും എന്ത് ചെയ്യും, ഏറ്റവും കുറച്ച് ഫീസിന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സാം ഫീസ് ഒരു ഫിക്സഡ് ആയിട്ട് പറയാൻ കഴിയില്ല. കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ റീസെന്റ് ഒരു സ്റ്റുഡൻറ്റിനോട് ഒന്ന് പറഞ്ഞത്, സാർ അവരോട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു ഫസ്റ്റ് പേപ്പറിന് 13,000 അപ്പോൾ 13,000 × 13 അടിക്കും. 13,000 × 13 അതാണ് എക്സാം ഫീസ് എന്ന് പറയും. ഫസ്റ്റ് ചാൻസിൽ പാസ് ആയാൽ അല്ല, ഓൾ ടുഗദർ ഫസ്റ്റ് 3 പേപ്പറിനെ 13,000 വരുന്നുള്ളൂ. ബാക്കി പേപ്പേഴ്സിന് 18,000 വരുന്നുണ്ട്. ലാസ്റ്റ് പേപ്പേഴ്സ് 20,000 വരുന്ന പേപ്പറും വരുന്നുണ്ട്. പക്ഷെ ഇവരെന്ത് ചെയ്യും, 13,000 × 13 അടിക്കും. ഇനി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വരുന്ന മാറ്റം വരാം. കാരണം എനിക്കൊന്ന് കഴിഞ്ഞൊരു 1 ഇയർ ഇപ്പം എസ്പെഷ്യലി എന്താ റീസെന്റ് വന്ന യുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിന്റെ ഒരു മാറ്റം വന്നുകൊണ്ട് തന്നെ മുമ്പ് ഒരു പൗണ്ട്, കാരണം എക്സാം ഫീസ് അടക്കുന്നൊക്കെ പൗണ്ടിലാണ്. മുമ്പ് ഒരു പൗണ്ടിലുണ്ടായിരുന്ന 105 രൂപ, 105 അല്ലെങ്കിൽ 110, 110 ആവറേജ്. ഇപ്പോൾ നിൽക്കുന്നത് 125 ആണ്. അതിന്റെ മാറ്റം എന്തായാലും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റുഡൻസിനോട് പാരൻസിനോട് പറയാനുള്ളത്, എക്സാം ഫീസ് അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും സെയിം ആണ്. അല്ലാതെ അത് പ്രൊഫിൻസിലായതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റോ കാര്യമൊന്നുമില്ല. എല്ലായിടത്തും എന്താണ്, അത് സെയിം ആണ്. പിന്നെ നമുക്ക് പ്രൊഫിൻസിൽ എന്താ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ സ്കിൽ ട്രെയിനിങ് ആണ്. അപ്പോൾ അതായത് നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ACC യുണീക്ക് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ വെറും ഒരു ACC മാത്രമല്ല കൊടുക്കുന്നത്. എന്തൊക്കെ സ്കിൽ കോഴ്സുകളാണ് ഇതിൻ്റെ കൂടെ? സ്കിൽ കോഴ്സ് ACCക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് തന്നെ അവർക്ക് അഡ്വാൻസ്ഡ് എക്സൽ നോളേജ് ഉണ്ടാവും. പിന്നെ എസ്പെഷ്യലി AI എങ്ങനെ ഫൈനാൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും, പവർ BI ടൂൾ ഉണ്ടാവും. പിന്നെ കുട്ടികൾ കൂടുതലും പോകുന്നത് പുറത്തൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ട്രെയിനിങ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന CV അല്ല ദുബായ് അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ CV അവിടെ എങ്ങനെ ജോബിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അവിടുത്തെ എസ്പെഷ്യലി ഇപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണെങ്കിലും, ഇപ്പോൾ ദുബായിലാണെങ്കിൽ ദുബായിത്തെ UAE വാറ്റ് വരുന്നുണ്ടാവും, ടാക്സ് സിസ്റ്റം. നമ്മൾ ഇന്ത്യൻ GST അല്ല, അവിടെ വാറ്റാണ്, അവിടുത്തെ കോർപ്പറേഷൻ ടാക്സ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും അവിടുത്തെ ഒരു നോളേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ആണെങ്കിൽ തന്നെ Zoho ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ACC ആകുമ്പോൾ അവർക്ക് ആപ്റ്റായ സ്കിൽ ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ 3 വർഷം കൊണ്ട് കോഴ്സിൻ്റെ കൂടെ തന്നെ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കില്ലും കൂടെ കംപ്ലീറ്റ് 3 വർഷം കൊണ്ട് പ്രൊഫൻസിൽ ഒരു സ്റ്റുഡൻറ്റ്, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് 3 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ACC പ്ലസ് BCom നേരത്തെ പറഞ്ഞ പോലെ തന്നെ 360 ഡിഗ്രി എംപ്ലോയബിലിറ്റി മൾട്ടിപ്ലയർ പ്ലസ് ഒരു സ്കിൽ ട്രെയിനിങ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റും. ഇനി ഇപ്പോൾ ഈ ACCയിൽ ഇപ്പോൾ ഒരു ട്രിപ്പ് നമ്മളിപ്പോൾ ACC എൻക്വയറി പിള്ളേർ വിളിക്കും അധ്യാപനം എന്ന നിലക്ക്. അപ്പോൾ അത് ചോദിക്കുക ഏതാ ചെയ്യേണ്ടതെന്നാണ്. 9 പേപ്പർ എക്സാംഷനുണ്ടോ? കാരണം കുട്ടികൾ അതിലോട്ട് അട്രാക്റ്റഡ് ആവുന്നത്. എനിക്കൊന്നും നമ്മൾ ഇതുവരെ അത്തരം കോഴ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ സാറിൻ്റെ ഫീഡ്ബാക്ക്, ഒരു ഒപ്പീനിയൻ? 9 പേപ്പർ എക്സാംഷനിലോട്ട് പോകണോ അതോ ആദ്യം ഫസ്റ്റ് പേപ്പേഴ്സ് മുതൽ എഴുതണം? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 13 പേപ്പേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. അതിൽ ഫസ്റ്റ് 9 പേപ്പർ എഴുതാതെ നമ്മുടെ നാട്ടിലിപ്പോൾ +12 സ്കൂളിൽ ഫസ്റ്റ് 9 പേപ്പർ ഇല്ലാതെ നേരെ 10ാം ക്ലാസ് കയറുന്ന അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ബേസിസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പാണ് ഒരു ട്രെൻഡ് പെട്ടെന്ന് വന്നത്. കാരണം ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എല്ലാം പെട്ടെന്ന് ജോബ് വേണം, സെറ്റിൽ ആവണം. ഷോർട്ട് ടേം റീല് കണ്ട് കാണുന്ന ഒരു ഫീലാണ്, അതല്ലല്ലോ ശരിക്കും റിയൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല,
പ്രൊമോട്ട് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു പ്രൊഫൈൻസിൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ടില്ല. പക്ഷെ മേ ബി സ്റ്റിൽ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്, സാർ ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾക്ക് 9 പേപ്പർ എക്സംഷൻ കിട്ടിയാൽ ഞങ്ങൾ അതിൽ വരുന്ന നെഗറ്റീവ്സ് എന്താ ചോദിച്ചു. മെയിൻ നെഗറ്റീവ്സ് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമുക്കറിയാം ചില ഹയറിംഗ് പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എക്സംഷൻ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യണ്ട. അവിടെ ഇതിൻ്റെ ACCക്ക് ജോബ് വേണം, ACCയെ അഫിലിയേറ്റിന് എന്ത് ചെയ്യാം, ജോബ് അപേക്ഷിക്കാം. പക്ഷെ എന്ത് ചെയ്യണം, എക്സംഷൻ ഷൂട്ട് പറ്റൂല. കാരണം അതിൻ്റെ അർത്ഥം എന്തോ എല്ലാ പേപ്പറും അവർ എഴുതണം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു BCom കഴിഞ്ഞ സ്റ്റുഡൻസ് അല്ലെങ്കിൽ വേറൊരു കോഴ്സ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അതിന് മുകളിലാണ്. പക്ഷെ നമ്മൾ നോർമലി ഒരു 13 പേപ്പർ എഴുതിയ ഒരു ക്വാളിറ്റി എന്തായാലും ഇതിന് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എക്സംഷൻ കോഴ്സ് തുടങ്ങി നമ്മൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഈ നെഗറ്റീവ്സിനെ ഓവർകം ചെയ്യുന്നത്? അല്ല, അതിന് നെഗറ്റീവ്സ് ഓവർകം ചെയ്യാൻ 13 പേപ്പർ ക്ലാസ് ഇരിക്കുക എന്നുള്ള സാധനമാണ്. കാരണം ഫസ്റ്റ് പേപ്പർ ക്ലാസ് ഇരിക്കുക എന്നിട്ട് അത് ഫുൾ കേൾക്കുക എന്നുള്ള സംഭവം തന്നെയാണ്. പക്ഷെ അധിക പേരും ഇതും ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ് ഇരിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കുട്ടിക്ക് അറിയാം പേപ്പർ എക്സാം ഇല്ല, കുട്ടിക്ക് സീരിയസ്നെസ് ഉണ്ടാവും, കുട്ടിക്ക് ആബ്സെൻറ്റീസ് വരുമല്ലോ, ലീവ് വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു നോർമൽ ഇതിൻ്റെ ഒരു കേസ് തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് 13 വർഷം കഷ്ടപ്പെടുകയാണെങ്കിൽ നോർമൽ റൂട്ട് തന്നെയാണ് പോവുക. അതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ്. നമ്മൾ ഓൾവേസ് പ്രിഫർ ചെയ്യുന്നതും അത് തന്നെയാണ്. നമ്മൾ ACCനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുപോലെ മറ്റൊരു ഫോറിൻ കോഴ്സാണ് USCMA. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്ര ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ACCയേക്കാൾ കൂടുതലായിട്ട് സംശയം US കുട്ടികളെ എങ്കിലും കൂടുതലായിട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2 ബാച്ചൊക്കെ നമ്മൾ തുടങ്ങേണ്ടി വന്നു +2 കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഈ കൂടുതൽ കുട്ടികൾ വരുന്നു? ഇത് അത്ര എളുപ്പമായതുകൊണ്ടാണോ, അങ്ങനെ വിചാരിച്ചാണ് കുട്ടികൾ വരുന്നത്? അതിൽ അത്ര എളുപ്പമാണോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിന് പെട്ടെന്ന് സെറ്റിൽ ആവുന്ന സംഭവമാണ്. കാരണം ACCയിൽ 3 വർഷം എടുക്കും, CMA എന്തൊരു 3 വർഷം എടുക്കും, CE ഒരു 4-4.5 വർഷം എടുക്കും, CS ഒരു 4-4.5 വർഷം എടുക്കും, US നോക്കിക്കഴിഞ്ഞാൽ 2 വർഷം. 1 year 2 year 1 year തൊട്ട് 1 year കൊണ്ട് വേണമെങ്കിൽ എഴുതാം. പക്ഷേ +2 കുട്ടിക്ക് 1 year കൊണ്ട് എഴുതിയ ക്വാളിറ്റി ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കൊടുക്കുന്നത് CMA USന് ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ്, 2 year പ്രോഗ്രാമാണ്. കാരണം 3 വർഷത്തിൽ ശരിക്കും ഡിഗ്രി ഉണ്ടാവുകയിൽ, പക്ഷേ എന്നാലും ഒരു 2 വർഷം കൂടി ഒരു കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, CMA US കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ച് ഓടി വരണോ, അതോ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? നമ്മൾ ടഫ്നെസ് നോക്കുകയാണെങ്കിൽ നമ്മൾ CA അതുപോലെ തന്നെ CMA ഇന്ത്യ, ACCA, CS ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ US ടഫാണ്. ഇറ്റ് ഡസന്റ് മീൻ ലൈക്ക് എന്ത് ഡിഗ്രിന്റെ അത്ര എളുപ്പമല്ല അത്. കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ഏറ്റവും എളുപ്പമുള്ള കോഴ്സ് അത്രേ ഉള്ളൂ. ഡിഗ്രിക്ക് മുകളിൽ വെക്കാവുന്ന കോഴ്സ്. ഇനി ACCA പറഞ്ഞപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒരു പ്രാക്ടിക്കൽ ലെവലിലാണോ? സാർ പറഞ്ഞല്ലോ ഇന്ത്യൻ കോഴ്സ് പോലെയല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് USന്റെ ഒരു ക്വസ്റ്റ്യൻ? USന്റെ സ്ട്രക്ചർ വരുന്നത് ഇവിടെ 2 പാർട്ടാണ്. പാർട്ട് 1 ഒരു 6 സെക്ഷൻസ് പഠിക്കാണ്ട്. എല്ലാവരും പറയാറുണ്ട് USA 1 year 2 part എന്നൊക്കെ പറയും, 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ. പക്ഷെ നമ്മളിവിടെ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് 2 വർഷം കൊണ്ട് കൊടുക്കുക. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നോക്കുന്നത് വളരെ റെയർ ആയിട്ടാണ്. ക്ലാസ് വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് ഫീസ് വാങ്ങിക്കാം. പക്ഷെ അതല്ലല്ലോ, കുട്ടികൾ പാസ്സാവണമെങ്കിൽ 1 വർഷത്തിൽ ഒരു പാർട്ടാണ് നമ്മൾ അഡാപ്റ്റ് ഫസ്റ്റ് ഇയർ പാർട്ട് 1, സെക്കൻഡ് ഇയർ പാർട്ട് 2. അപ്പോൾ 2 വർഷം കൊണ്ട് 2 പാർട്ട്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരു ഡിഗ്രി കമ്പാരിറ്റീവ്ലി CMA US എന്നുള്ളത് മറ്റ് പ്രൊഫഷണൽ കോഴ്സിൻ്റെ അത്ര എന്തില്ല, കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് താഴെ നിൽക്കുന്നത്. കാരണം ഒരിക്കലും CMA US പാസ്സായിട്ട് നമുക്ക് CMA ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം CMA ഇന്ത്യ ഒരു 20 സബ്ജക്ട്സ് പഠിച്ചു വരുന്ന ഒരു 3 വർഷത്തെ കോഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ പറ്റൂല. പക്ഷെ 100% നമുക്ക് പറയാം BCom ചെയ്യുന്നതിനേക്കായി, ഇപ്പോൾ ഒരു കുട്ടികൾ സാധാരണ വെറുതെ ഡിഗ്രിക്ക് പോകുന്നതിനേക്കായി ഒരു പ്രൊഫഷണൽ കോഴ്സ് ആവുകയും ചെയ്തു, എന്നാൽ കൂടുതൽ ടഫും ഇല്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സാണ്. പക്ഷെ വളരെ സിമ്പിൾ അല്ല, കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് ഇയറിൽ 6 സെക്ഷൻസ്, അതായത് പാർട്ട് 1 ആണ് കൊടുക്കുക. സെക്ഷൻസിനെ പറ്റി സെക്ഷൻസ് നോക്കണമെങ്കിൽ ഇവിടെ 6 സെക്ഷൻസ് ആണ് വരുന്നത്. എക്സാമിന് വരുന്നുണ്ടാവുക 500 മാർക്കിലാണ്. എല്ലാം പ്രോബ്ലം ആണോ? അല്ല, ഇതിൽ മിക്സ് ആയിട്ട് വരുന്നുണ്ട്, പ്രോബ്ലം ഉണ്ട്, തിയറി വരുന്നുണ്ട്. ഈ 500 ഔട്ട് ഓഫ് 500ൽ 360 കിട്ടിക്കഴിഞ്ഞാൽ എന്തായി, സ്റ്റുഡൻറ്റ് പാസ്സായി. ഓക്കെ, ഇവിടെ ശരിക്കും എക്സാം എഴുതുമ്പോൾ തന്നെ സ്റ്റുഡൻസിന് അറിയാൻ പറ്റും പാസ്സാവുള്ളൂ എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു കുറച്ച് സർട്ടിൻ ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നെക്സ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആവും. SC ഓപ്പൺ ആവും. ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആവും, SC ഓപ്പൺ ആവും പറയും. ആ SC ഓപ്പൺ ആവണമെങ്കിൽ ഇതിൽ കുറച്ച് മുമ്പ് ഒരു ക്രൈറ്റീരിയ മാർക്ക് വേണം. അപ്പോൾ ഫസ്റ്റ് വിൻഡോയിൽ ഒരു മിനിമം മാർക്ക് പാസ്സായാൽ മാത്രമേ വിൻഡോ സെക്കൻഡ് വിൻഡോ ഓപ്പൺ ആവുള്ളൂ. സെക്കൻഡ് വിൻഡോ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞ ഒരു ചാൻസ് ആണ്. ഒരു മിനിമം നമ്മളൊരു അവറേജ് നോക്കണമെങ്കിൽ സെക്കൻഡ് വിൻഡോ ഓപ്പൺ ആയ ഒരു 80% സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട് USA. ആ പാർട്ട് ക്വാളിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് നമ്മളിവിടെ പ്രൊഫൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 1 year പ്രോഗ്രാം അല്ല. പക്ഷെ നമ്മൾ ഡിഗ്രി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ. ശരി, കഴിഞ്ഞ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ACC ആണെങ്കിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യാറില്ല. ഇപ്പോൾ ACC ആണെങ്കിൽ തന്നെ നമുക്കിവിടെ കഴിഞ്ഞ വർഷം 3 ബാച്ച് ഉണ്ട്, A ബാച്ച്, B ബാച്ച്, C ബാച്ച്. +2 3 ബാച്ച് ഉണ്ട്, ഡിഗ്രിക്ക് വേറെ ബാച്ച് ഉണ്ട്. USA നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് +2 സ്റ്റുഡൻസിന് US കൊണ്ടുവന്നത്. 2 ബാച്ച് ഉണ്ടായിരുന്നു. ഡിഗ്രിക്ക് വേറെ ബാച്ച്. ഡിഗ്രിക്കാർക്ക് എന്ത് ചെയ്യാം, 1 വർഷം കൊണ്ട് നമ്മൾ 2 പാർട്ടും കൊടുക്കും. എന്തുകൊണ്ട് +2 കൊടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ +2 നമ്മൾ ഇതിൻ്റെ കൂടെ സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാരണം അവർ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് USന്റെ കൂടെ തന്നെ അവർക്ക് ആവശ്യമായ
ഇൻഡസ്ട്രിക്ക് അവർ ഡിമാൻഡ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ അധികം പേര് ഇവിടും തന്നെ ഈ സോഹോ, അതുപോലെ തന്നെ ടാക്സേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഉള്ള എക്സൽ, പവർ ബി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്കൊന്നും വെറും ഒരു നമ്മുടെ ടെക്നിക്കൽ സ്കില്ല് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, സോഫ്റ്റ് സ്കില്ലും എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അധികം പേർക്കും തിയറി മാത്രം പഠിക്കുക എന്നുള്ളതല്ല, അതിലെന്തുന്നുണ്ട് അവർക്ക് പ്രാക്ടിക്കലിൽ കൂടെ തന്നെ അവരൊരു ക്യാരക്ടർ, അതായത് ഒരു സ്റ്റേജിൽ വന്ന് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യിപ്പിക്കും. അപ്പോൾ അവരെ എങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ അവരെന്ത് ചെയ്യും, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും, അങ്ങനത്തെ ഒരു ഇതും തന്നെ ഒരു എംപ്ലോയബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യുന്നത് CMA US നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ USCMയുടെ കൂടെ ഇപ്പോൾ സാർ 2 പാർട്ട് പറഞ്ഞു, 2 വർഷത്തിനെടുക്കുമ്പോൾ, അപ്പോൾ ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് നമ്മൾ BCom മാനേജ് ചെയ്യുന്നത്? യെസ്, നമ്മളിവിടെ എല്ലാ +2 കഴിഞ്ഞ സ്റ്റുഡൻസിനും അത് ഏത് കോഴ്സാണ് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, BCom കൊടുക്കുന്നുണ്ട്. കുട്ടിയുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന സമയത്ത് BCom ഒരു ബുദ്ധിമുട്ടായി വരില്ല. കാരണം ഇവിടെ പഠിക്കാനുള്ള എല്ലാം പ്രൊഫഷണൽ കോഴ്സ് കൂടുതലാണുള്ളത്. അപ്പോൾ നമുക്ക് അത് പിന്നെ കൂടെ ബുദ്ധിമുട്ടുണ്ടാവും, ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെതായ സെപ്പറേറ്റ് ക്ലാസ്സുകളും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് ഒരു ഡിഗ്രിയുടെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, എനിക്ക് ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി എന്ത് കംപ്ലീറ്റ് ചെയ്യാം, USA കംപ്ലീറ്റ് ചെയ്യാം. കാരണം 2 വർഷം കൊണ്ട് തന്നെ കുട്ടി ഒരു അവറേജ് സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാം, 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അല്ല, ഈവൻ ഒരു പേപ്പർ എന്തെങ്കിലും ഫെയിൽ ആവുകയാണെങ്കിൽ, അവർക്ക് റീസിറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3 വർഷത്തിനുള്ളിലായിട്ട് എന്ത് ചെയ്യാം, എന്തായാലും USA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് കുട്ടികൾ കൂടുതലായിട്ട് കോഴ്സിലോട്ട് വരുന്നത്. 3 ഇയറിൻ്റെ ഉള്ളിൽ എന്തായാലും പാസ്സാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ACC അല്ലെങ്കിൽ മറ്റു കോഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ACCൻ്റെ താഴെ എന്ത് വരുന്നത്, CMA US വരുന്നത്. നേരത്തെ നമ്മളിപ്പോൾ ACCയുടെ ഒരു പേപ്പറിനൊക്കെ നമ്മൾ ഒരു ഫീസുകൾ പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് ഒരു ഫീസ് സ്ട്രക്ചർ? ഇത് CMA US ഒരു USA ബേസ്ഡ് കോഴ്സാണ്. അപ്പോൾ നമ്മൾ ACCക്ക് എക്സാം ഫീസ് എല്ലാം അടച്ചിരുന്നത് പൗണ്ടിലാണെങ്കിൽ, ഇവിടെ നമ്മൾ ഡോളറിലാണ് എന്ത് ചെയ്യുന്നത്, അടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ, പ്രൊഫിൻസ് CMA USൻ്റെയും ഗോൾഡ് ലേണിംഗ് പറഞ്ഞാണ്, ഓതറൈസ്ഡ് സെൻ്ററാണ്. ഓക്കെ, അപ്പോൾ ACC നമ്മൾ ഗോൾഡ് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഗോൾഡ് ലേണിംഗ് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഏറ്റവും എല്ലായിടത്തും ഉള്ള സെയിം എക്സാം റേറ്റിന് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക. അത് എക്സാം റേറ്റ് കൂടുതലോ കാര്യമൊന്നും വരുന്നുണ്ടാവില്ല. ഇവിടെയും തന്നെ ഇന്ത്യൻ കോഴ്സ് വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, USA കുറച്ച് ഫീസ് കൂടുതലുണ്ടാവും. പക്ഷേ ACC വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ എന്തായിരിക്കും, കുറവായിട്ടുണ്ടാവും. സാർ, നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് +2 കഴിഞ്ഞ കുട്ടികൾ CS CMA CS കോഴ്സിലോട്ട് വരുന്നതാണ്. എനിക്കൊന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് കുട്ടികൾ ഈ കോഴ്സിലോട്ട് വരുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് അവർ ഇതിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷനാണ് അവർക്ക് എടുക്കുന്നത്? സാർ, നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒന്നൊരു ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോ ലെവൽ. അപ്പോൾ ഒരു ഡിഗ്രി മാത്രം കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻറ്റിന് എത്താൻ പറ്റുന്നുണ്ടാവുക ലോ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. അതായത് സ്റ്റാർട്ടിങ് ഒരു 12,000, മേ ബി ഒരു 15,000, 15,000 സാലറി ഉണ്ടാവുക. അപ്പോൾ അവർക്കൊരു മിഡിൽ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സിലോട്ട് വരുന്നത്. ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് CMA ഇന്ത്യ ആണെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേജ് കാറ്റ് വേണ്ട, ഡയറക്റ്റ് ഇന്റർ, ദെൻ ഫൈനൽ. ഇനി CMA USA ആണെങ്കിൽ 1 വർഷം കൊണ്ട് 1 to എക്സാം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു 1.5 വർഷത്തിനുള്ളിലായിട്ട് 1 to 1.5 years എന്ത് ചെയ്യാൻ പറ്റും, CMA USA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ACC ആണെങ്കിൽ അവർക്ക് നോർമലി ഒരു 5 പേപ്പർക്ക് എക്സംഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വർഷത്തിനുള്ളിലായിട്ട് എന്ത് ചെയ്യാം, ബാക്കി പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ACC കാണുന്ന ചില ആളുകൾ ACC + MBA കൂടെ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ കൂടെ എടുക്കാറുണ്ട്. ആൻഡ് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ CA നോക്കുകയാണെങ്കിൽ അവർക്ക് ആർട്ടിഫിഷ്യൽ ഉള്ളതുകൊണ്ട് തന്നെ CA കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 3 വർഷം വീണ്ടും എന്ത് ചെയ്യും, 3 to 3.5 വർഷം വരെ അവർക്ക് എന്ത് ചെയ്യാം, ഫയലൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എടുക്കും. നമുക്ക് അത് പിന്നെ കൂടെ ബുദ്ധിമുട്ടുണ്ടാവും, ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെതായ സെപ്പറേറ്റ് ക്ലാസ്സുകളും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് ഒരു ഡിഗ്രിയുടെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, എനിക്ക് ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി എന്ത് കംപ്ലീറ്റ് ചെയ്യാം, USA കംപ്ലീറ്റ് ചെയ്യാം. കാരണം 2 വർഷം കൊണ്ട് തന്നെ കുട്ടി ഒരു അവറേജ് സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാം, 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അല്ല, ഈവൻ ഒരു പേപ്പർ എന്തെങ്കിലും ഫെയിൽ ആവുകയാണെങ്കിൽ, അവർക്ക് റീസിറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3 വർഷത്തിനുള്ളിലായിട്ട് എന്ത് ചെയ്യാം, എന്തായാലും USA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് കുട്ടികൾ കൂടുതലായിട്ട് കോഴ്സിലോട്ട് വരുന്നത്. 3 ഇയറിൻ്റെ ഉള്ളിൽ എന്തായാലും പാസ്സാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ACC അല്ലെങ്കിൽ മറ്റു കോഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, ACCൻ്റെ താഴെ എന്ത് വരുന്നത്, CMA US വരുന്നത്. നേരത്തെ നമ്മളിപ്പോൾ ACCയുടെ ഒരു പേപ്പറിനൊക്കെ നമ്മൾ ഒരു ഫീസുകൾ പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് ഒരു ഫീസ് സ്ട്രക്ചർ? ഇത് CMA USA ഒരു USA ബേസ്ഡ് കോഴ്സാണ്. അപ്പോൾ നമ്മൾ ACCക്ക് എക്സാം ഫീസ് എല്ലാം അടച്ചിരുന്നത് പൗണ്ടിലാണെങ്കിൽ, ഇവിടെ നമ്മൾ ഡോളറിലാണ് എന്ത് ചെയ്യുന്നത്, അടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ, പ്രൊഫിൻസ് CMA USൻ്റെയും ഗോൾഡ് ലേണിംഗ് പറഞ്ഞാണ്, ഓതറൈസ്ഡ് സെൻ്ററാണ്. ഓക്കെ, അപ്പോൾ ACC നമ്മൾ ഗോൾഡ് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഗോൾഡ് ലേണിംഗ് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഏറ്റവും എല്ലായിടത്തും ഉള്ള സെയിം എക്സാം റേറ്റിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക,
വരുന്നുണ്ടാവുക. അതായത് എക്സാം റേറ്റ് കൂടുതലോ കാര്യമൊന്നും വരുന്നുണ്ടാവില്ല. ഇവിടെയും തന്നെ ഇന്ത്യൻ കോഴ്സ് വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, US കുറച്ച് ഫീസ് കൂടുതലുണ്ടാവും. പക്ഷേ ACC വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ എന്തായിരിക്കും, കുറവായിരിക്കും. സാർ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ CS CMS CS കോഴ്സിലോട്ട് വരുന്നതാണ്. എനിക്കൊന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് കുട്ടികൾ ഈ കോഴ്സിലോട്ട് വരുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് അവർ ഇതിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷനാണ് അവർക്ക് എടുക്കുന്നത്? സർ, നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒന്നൊരു ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോ ലെവൽ. അപ്പോൾ ഒരു ഡിഗ്രി മാത്രം കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻറ്റിന് എത്താൻ പറ്റുന്നുണ്ടാവുക ലോ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. അതായത് സ്റ്റാർട്ടിങ് ഒരു 12,000, മേ ബി ഒരു 15,000, 15,000 ഒക്കെയാണ് സാലറി ഉണ്ടാവുക. അപ്പോൾ അവർക്കൊരു മിഡിൽ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിലോട്ട് വരുന്നത്. ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് CMA ഇന്ത്യ ആണെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേജ് CAT വേണ്ട, ഡയറക്റ്റ് ഇന്റർ, ദെൻ ഫൈനൽ. ഇനി CMA USA ആണെങ്കിൽ 1 വർഷം കൊണ്ട് 1-2 എക്സാം അടക്കം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു 1.5 വർഷത്തിനുള്ളിലായിട്ട് 1 to 1.5 years എന്ത് ചെയ്യാൻ പറ്റും, CMA USA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ACC ആണെങ്കിൽ അവർക്ക് നോർമലി ഒരു 5 പേപ്പർക്ക് എക്സംഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വർഷത്തിനുള്ളിലായിട്ട് എന്ത് ചെയ്യാം, ബാക്കി പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ACC ആണെങ്കിൽ ചില ആളുകൾ ACCA പ്ലസ് MBA കൂടെ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ കൂടെ എടുക്കാറുണ്ട്. ആൻഡ് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ CA നോക്കുകയാണെങ്കിൽ അവർക്ക് ആർട്ടിക്കൽഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ CA കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 3 വർഷം വീണ്ടും എന്ത് ചെയ്യും, 3 to 3.5 വർഷം വരെ അവർക്ക് എന്ത് ചെയ്യാം, ഫയലൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എടുക്കും.